കരുണയുടെ ഛായാചിത്രത്തെക്കുറിച്ച് ഈശോ നൽകിയ വെളിപ്പെടുത്തൽ ഇതാണ്. കരുണയുടെ ചിത്രം, കരുണയുള്ള ഈശോയുടെ ദൈവകരുണയുടെ ഈശോയുടെ ചിത്രം നിങ്ങൾ വീടുകളിൽ വെക്കുവോ? എല്ലാ വീട്ടിലും വെക്കണം കേട്ടോ. അതിനധികം പണമൊന്നും ആവില്ല. നിങ്ങൾ അതിന് നല്ല പ്രിന്റ് എടുത്ത് പറ്റുമെങ്കിൽ ഫ്രെയിം ചെയ്ത്, ഇനി ഫ്രെയിം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി സമയമില്ല, കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? അതെടുത്ത് എല്ലാ വീടുകളിലും നല്ല ആ കരുണയുടെ ഈശോയുടെ ചിത്രം വെക്കാം. ആ ചിത്രത്തെക്കുറിച്ച് ഈശോ പറയുകയാണ്, ഈ ചിത്രത്തിന് ചില പ്രത്യേകമായ സവിശേഷതകളുണ്ട്. എന്താണ് ആ സവിശേഷതകള്? മരണത്തിന്റെ മേൽ വിജയം വരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ചിത്രമാണത്. അപ്പൊ കരുണയുടെ ഈശോയുടെ ചിത്രത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, അത് മരണത്തിന്റെ മേൽ വിജയം വരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ചിത്രമാണ്. രണ്ടാമത്തേത്, അത് നിത്യപുരോഹിതനായ യേശുവിന്റെ ചിത്രമാണ്. പുരോഹിത വസ്ത്രങ്ങൾ ധരിച്ചാണ് യേശു അതിൽ നിൽക്കുന്നത്. ആ നിത്യപുരോഹിതനായ യേശുവിനെ കുറിച്ച് എബ്രായ ലേഖനം പറയുന്നുണ്ട്, അവിടുന്ന് നമ്മെപ്പോലെ പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടത് കൊണ്ട് അവിടത്തേക്ക് നമ്മളോട് കരുണ കാണിക്കാൻ പറ്റും നിത്യപുരോഹിതനായ യേശുവിന്. അടുത്തതായിട്ട് പറയുകയാണ്, കരുണയുടെ കൂദാശയായ കുമ്പസാരം സ്ഥാപിച്ച കർത്താവിനെയാണ് കരുണയുടെ ഛായാചിത്രത്തിൽ കാണുന്നത്. കുമ്പസാരക്കൂട്ടിൽ കാത്തിരിക്കുന്ന കർത്താവാണ് കരുണയുടെ ഛായാചിത്രത്തിലുള്ള കർത്താവ്. ഇനി ഒരു വ്യക്തിക്ക് ദൈവകരുണ സ്വീകരിക്കാൻ ആവശ്യമുള്ള വിശ്വാസമാണ് ഈ ചിത്രം തരുന്നത്. അത് ഈ ചിത്രത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ കരുണ സ്വീകരിക്കാനും കരുണയിൽ ആശ്രയിക്കാനുമുള്ള ഒരു വിശ്വാസം ആ വ്യക്തിക്ക് ലഭിക്കും എന്ന് ഈശോ പറയുകയാണ്. അടുത്തായിട്ട് പറയുകയാണ്, ആ ചിത്രത്തിൽ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വെളുപ്പ് രശ്മികൾ യേശുവിന്റെ തിരുമുറിവിൽ നിന്നൊഴുകിയ ജലത്തെയും ചുവപ്പ് രശ്മി യേശുവിന്റെ തിരുരക്തത്തെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. അടുത്തതായിട്ട് കരുണയുടെ കൂദാശകളായ മാമോദീസായും കുമ്പസാരവും കുർബാനയുമാണ് ഈ രശ്മികൾ സൂചിപ്പിക്കുന്നത്. ഇനി ഈ ഛായാചിത്രം വണങ്ങുന്നവരെ കുറിച്ച് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈശോ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്, ഈ ചിത്രത്തെ വണങ്ങുന്ന ഒരു വ്യക്തിയുടെയും ആത്മാവ് നശിച്ചു പോവില്ല. ഇതൊരു വാഗ്ദാനമാണ്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നോ? ഈശോ പറയാണ്, വിശുദ്ധ ഫൗസ്റ്റീനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുക മാത്രമല്ല, ദൈവകരുണയുടെ തിരുനാൾ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച നടത്തണമെന്ന് സഭയില് ഒരു തിരുനാളായിട്ട് അത് പ്രഖ്യാപിച്ചതും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. ആ മാർപ്പാപ്പ ദൈവകരുണയുടെ തിരുനാൾ സ്ഥാപിച്ചു, ഫൗസ്റ്റീനായ വിശുദ്ധയായിട്ട് ഉയർത്തി. ഞാൻ പറഞ്ഞു വരുന്നത് സഭയുടെ ഔദ്യോഗികമായ പ്രബോധനത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇവിടെ പറയാണ്, ഈ ചിത്രത്തെ വണങ്ങുന്ന ഒരു വ്യക്തിയുടെയും ആത്മാവ് നശിച്ചു പോവില്ല. ഈ ലോക ജീവിതത്തിലും മരണസമയത്തും ആ വ്യക്തിക്ക് ഈശോയുടെ വലിയ സംരക്ഷണം കിട്ടും. അടുത്ത പറയാണ്, ഈ ചിത്രത്തിലൂടെ 570 കണ്ണിക പറയാണ്, ഈ ചിത്രത്തിലൂടെ അനേകം കൃപകൾ ഒരു മനുഷ്യ വ്യക്തിയുടെ ആത്മാവിലേക്ക് ഒഴുകും. പിന്നെ പറയാണ്, ദൈവകരുണയുടെ ചിത്രം വണങ്ങുന്ന എല്ലാ ഭവനങ്ങളെയും പട്ടണങ്ങളെയും കർത്താവ് ഭദ്രമായിട്ട് കാത്തു സൂക്ഷിക്കും. ഇതെല്ലാം അറിയേണ്ട കാര്യങ്ങളാണ്.